നമസ്കാരം. ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും സാമൂഹിക പുരോഗതിയുടെയും നട്ടെല്ലാണ് ഊർജ്ജ ലഭ്യത. എന്നാൽ ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നുവെന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്തിൻ്റെ പെട്രോളിയം മന്ത്രി അലി മാലിക് നടത്തിയ ഔദ്യോഗികമായ വെളിപ്പെടുത്തൽ പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ദുർബലമാണ് എന്നതിൻ്റെ നേർചിത്രമാണ് വരച്ചു കാട്ടുന്നത്. തന്ത്രപ്രധാനമായ ഇന്ധന കരുതൽ ശേഖരം അഥവാ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ് തീർത്തും പൂജ്യമാണെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം രാജ്യത്തെ ഉന്നത നേതൃത്വത്തെയും പൗരന്മാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വികസിത രാജ്യങ്ങൾ മുതൽ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകൾ വരെ ഇന്ധന സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുമ്പോൾ പാകിസ്ഥാനെ പോലൊരു രാജ്യം ഇത്രയും നിസ്സഹായമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് അവിടുത്തെ ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണക്കുറവിനെയാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ക്രൂഡ് ഓയിൽ ശേഖരം വെറും 5 മുതൽ 7 ദിവസത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. സംസ്കരിച്ച ഇന്ധനത്തിന്റെ അവസ്ഥയാകട്ടെ 20 മുതൽ 21 ദിവസം വരെ മാത്രമേ നിലനിൽക്കൂ എന്നതും സാഹചര്യം അതീവ രൂക്ഷമാണെന്ന് സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ചെറിയ ചാഞ്ചാട്ടം പോലും പാകിസ്ഥാന്റെ ഇന്ധന വിതരണത്തെ താറുമാറാക്കാൻ പര്യാപ്തമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ധനം ഒരു ആഡംബരമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ജീവവായുവാണെന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും പാക് ഭരണകൂടത്തിന് ഉണ്ടാകേണ്ടതാണ്. ഇന്ധനക്ഷാമം ഇതിനകം തന്നെ പാകിസ്ഥാന്റെ സാമൂഹ്യ ജീവിതത്തെ താറുമാറാക്കി കഴിഞ്ഞു. തുടർച്ചയായ വൈദ്യുതി നിയന്ത്രണങ്ങൾ രാജ്യത്തെ വ്യവസായ മേഖലയെയും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു. ഗതാഗത സംവിധാനങ്ങൾ താളം തെറ്റുകയും ഇന്ധന റേഷനിങ് അനിവാര്യമായി മാറുകയും ചെയ്തതോടെ ജനജീവിതം ദുസ്സഹമായിട്ടുണ്ട്. വിലക്കയറ്റം സാധാരണക്കാരുടെ നടുവൊടിക്കുമ്പോൾ വിപണിയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. ഇതിനു പുറമെ മാർച്ച് മാസം മുതൽ ഖത്തറിൽ നിന്നുള്ള LNG ഇറക്കുമതി നിലച്ചത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതോൽപാദനത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന LNGയുടെ ലഭ്യതക്കുറവ് രാജ്യത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നു. ഊർജ്ജ ലഭ്യതക്കുറവ് ഉൽപാദക മേഖലയെ മന്ദഗതിയിലാക്കുകയും അത് തൊഴിലില്ലായ്മയ്ക്കും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിയൊരുക്കുകയും ചെയ്യുമെന്നത് നിസ്തർക്കമായ കാര്യമാണ്. അയൽരാജ്യമായ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ ഈ ദയനീയാവസ്ഥ കൂടുതൽ വ്യക്തമാകും. ദശലക്ഷക്കണക്കിന് ടൺ ഇന്ധനം കരുതൽ ശേഖരമായി സൂക്ഷിക്കുന്ന തന്ത്രപരമായ സംവിധാനം ഇന്ന് ഇന്ത്യക്കുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഏത് വിതരണ തടസ്സങ്ങളെ നേരിടാൻ ഇത്തരം കരുതൽ ശേഖരം രാജ്യത്തെ സഹായിക്കുന്നു. എന്നാൽ ഇന്ധന ഇറക്കുമതിയെ മാത്രം പൂർണ്ണമായും ആശ്രയിക്കുന്ന പാകിസ്ഥാന് അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുമ്പോഴോ അല്ലെങ്കിൽ വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴോ പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നത് വലിയൊരു സാമ്പത്തിക തകർച്ചയാണ്. ഇന്ധന സുരക്ഷയിലുള്ള ഈ വിടവ് രാജ്യത്തിൻ്റെ വിദേശ നയത്തെയും നയതന്ത്ര ബന്ധങ്ങളെയും വരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്ന ഈ ഇന്ധന പ്രതിസന്ധി കേവലം ഒരു വിതരണ പ്രശ്നമല്ല, മറിച്ച് അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളുടെയും ഭരണപരമായ കെടുകാര്യസ്ഥതയുടെയും പ്രതിഫലനമാണ്. വിദേശ നാണ്യ ശേഖരത്തിൻ്റെ കുറവും കടബാധ്യതകളും ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറുവാൻ അടിയന്തരമായ നയപരമായ മാറ്റങ്ങളും സുസ്ഥിരമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള ചുവടുവയ്പ്പും അനിവാര്യമാണ്. കേവലം താൽക്കാലികമായ പരിഹാരങ്ങൾ കൊണ്ട് മാത്രം ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയില്ല. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണവും കരുതൽ ശേഖരം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവുമാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഏക വഴി. അല്ലാത്തപക്ഷം വരാനിരിക്കുന്ന നാളുകൾ പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഇരുളടഞ്ഞതാകും എന്നത് ഉറപ്പായ കാര്യമാണ്. ഒരു രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ വിശിഷ്യ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ മധ്യസ്ഥത വഹിക്കുക എന്നത് ആ രാജ്യത്തിൻ്റെ നയതന്ത്രപരമായ കരുത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും അടയാളമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടാറുള്ളത്. എന്നാൽ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ കാരണങ്ങളാൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ തൻ്റേതായ ഇടം കണ്ടെത്തൽ പാകിസ്ഥാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ സ്വന്തം രാജ്യത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ഇന്ധനക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായിരിക്കെ ഇത്തരമൊരു മധ്യസ്ഥതയിലേക്ക് ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ സമാധാനത്തിന്റെ വക്താവായി നടിക്കുമ്പോഴും സ്വന്തം ജനതയ്ക്ക് ആവശ്യമായ ഇന്ധന കരുതൽ ശേഖരം പോലും ഉറപ്പാക്കാൻ കഴിയാത്ത പാകിസ്ഥാന്റെ അവസ്ഥ ആ രാജ്യത്തിൻ്റെ ഭരണകൂടം അഭിമുഖീകരിക്കുന്ന വലിയൊരു വൈരുദ്ധ്യമാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും വിദേശ നയത്തിൻ്റെ അടിത്തറ അതിൻ്റെ ആഭ്യന്തര ഭദ്രതയാണ്. സാമ്പത്തികമായും ഊർജ്ജപരമായും ഭദ്രമായ ഒരു രാജ്യത്തിന് മാത്രമേ അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കൂ. എന്നാൽ പാകിസ്ഥാൻ ഇന്ന് നിൽക്കുന്നത് വിപരീതമായ ഒരു അവസ്ഥയിലാണ്. രാജ്യത്തെ ഇന്ധന കരുതൽ ശേഖരം പൂജ്യമാണ് എന്നും കയ്യിലുള്ള ഇന്ധനം ഏതാനും ദിവസങ്ങൾക്കപ്പുറം നിലനിൽക്കില്ല എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ
പാകിസ്ഥാന്റെ മധ്യസ്ഥതയ്ക്ക് എന്ത് മൂല്യമാണ് ഉള്ളത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ആഗോള വിതരണ ശൃംഖലയിൽ ചെറിയൊരു തടസ്സം വന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു രാജ്യം എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ തർക്കങ്ങൾക്ക് പരിഹാരം കാണുക? ഇത് നയതന്ത്രപരമായ ഒരു ബലഹീനതയായിട്ടാണ് പലരും കാണുന്നത്. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി നയതന്ത്രപരമായ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നതാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തെയും ഇന്ധന ഇറക്കുമതിയും പൂർണ്ണമായി ആശ്രയിക്കുന്ന പാകിസ്ഥാന് ആ രാജ്യങ്ങളുടെ വിദേശ നയങ്ങളോട് വിയോജിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മധ്യസ്ഥത വഹിക്കാൻ പോകുമ്പോൾ പോലും സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഇത്തരം രാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന് പലപ്പോഴും നിസ്സഹായരാകേണ്ടി വരുന്നു. അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ഇടപെടാൻ തുനിയുമ്പോൾ മധ്യസ്ഥൻ എന്നതിലുപരി ഒരു ഗുണഭോക്താവ് എന്ന നിലയിലേക്കാണ് പാകിസ്ഥാന്റെ സ്ഥാനം ചുരുങ്ങുന്നത്. തങ്ങൾ തന്നെ പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുമ്പോൾ നൽകുന്ന ഉപദേശങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ അന്താരാഷ്ട്ര വേദികളിൽ വലിയ ഗൗരവം ലഭിക്കില്ല എന്നത് പാകിസ്ഥാന്റെ നേതൃത്വം ഇനിയെങ്കിലും തിരിച്ചറിയണം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം പലപ്പോഴും മതപരമായ ഐക്യത്തിലൂന്നിയിട്ടുള്ളതാണ്. എന്നാൽ ആധുനിക ലോകത്ത് സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് വിദേശ നയങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇന്ധനം പോലും കൃത്യമായി ഇറക്കുമതി ചെയ്യാൻ വിദേശ നാണ്യം തികയാത്ത രാജ്യത്തോട് വികസിത അറബ് രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര പങ്കാളിയായി മാത്രം ഇടപെടാനാണ് സാധ്യത. സ്വന്തം ജനതയെ ഇരുട്ടിലാക്കി രാജ്യത്ത് വൈദ്യുതിയും ഇന്ധനവും റേഷൻ വെച്ച് നൽകുമ്പോൾ ലോകത്തിന്റെ കണ്ണിൽ പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാഷ്ട്രം എന്ന പ്രതിച്ഛായയിലേക്ക് അടുക്കുന്നു. ഈ പ്രതിച്ഛായ അന്താരാഷ്ട്ര മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ മൗലികമായ അവകാശത്തെയും കഴിവിനെയും തന്നെ ദുർബലപ്പെടുത്തും. കൂടാതെ ഇത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മാറ്റിവെച്ച് വിദേശ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഇന്ധന വിലക്കയറ്റവും പണപ്പെരുപ്പവും മൂലം ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ഭരണകൂടം വിദേശ നയങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ജനങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഏത് രാജ്യത്തിൻ്റെയും പ്രഥമ പരിഗണന സ്വന്തം ജനതയുടെ സുരക്ഷയും ക്ഷേമവുമാണ്. ഊർജ്ജ സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാതെ പുറം ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് സ്വന്തം വീട് കത്തുമ്പോൾ അയൽക്കാരൻ്റെ തോട്ടത്തിലെ തീയണക്കാൻ ഓടുന്നതിന് തുല്യമാണ്. അവസാനമായി പാകിസ്ഥാന് ഇനിയെങ്കിലും വേണ്ടത് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതികളാണ്. ആഗോള തർക്കങ്ങളിൽ മധ്യസ്ഥനാകാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനു മുൻപ് സ്വന്തം രാജ്യത്തെ ഒരു സ്വാശ്രയത്വമുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റാൻ ഭരണകൂടത്തിന് കഴിയണം. വിദേശ സഹായങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള ഒരു രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരമായൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കില്ല. ആഭ്യന്തരമായി ശക്തമായാൽ മാത്രമേ പുറം ലോകത്ത് പാകിസ്ഥാന്റെ വാക്കുകൾക്ക് പട്ടിയുടെ വിലയെങ്കിലും ഉണ്ടാകൂ. അല്ലാത്തപക്ഷം പശ്ചിമേഷ്യൻ തർക്കങ്ങളിലെ മധ്യസ്ഥത എന്ന പദവി വെറുമൊരു അലങ്കാരമായി മാത്രം അവശേഷിക്കുകയും രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിസന്ധികൾ കൂടുതൽ വഷളാവുകയും ചെയ്യും. രാജ്യത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനം. അതിന് ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും കൂടിയേ തീരൂ. പാകിസ്ഥാൻ നേരിടുന്ന ഇന്ധന പ്രതിസന്ധിയെ കേവലം ഒരു സാമ്പത്തിക പ്രയാസമായി മാത്രം കാണാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തം നിലയ്ക്കുന്നതിന് തുല്യമാണ് ഇന്ധന ലഭ്യതക്കുറവ്. ഇന്ധനം എന്നത് വാഹനങ്ങൾ ഓടിക്കാനുള്ള വസ്തു മാത്രമല്ല, വൈദ്യുതി ഉൽപ്പാദനം, വ്യവസായം, കൃഷി, ഗതാഗതം, ഭക്ഷണ വിതരണം തുടങ്ങി ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ മേഖലകളെയും ചലിപ്പിക്കുന്ന പ്രധാന ഊർജ്ജ സ്രോതസ്സാണ്. അതിനാൽ ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ ക്രമേണ ഒരു സമ്പൂർണ്ണ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ ഇന്ധനക്ഷാമം ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. വ്യവസായങ്ങൾ പ്രവർത്തിക്കുവാൻ ആവശ്യമായ വൈദ്യുതി ലഭ്യമല്ലാതാകുമ്പോൾ ഉൽപ്പാദനം നിലയ്ക്കുന്നു. ഇത് കയറ്റുമതിയെ ബാധിക്കുകയും രാജ്യത്തിന് വിദേശ നാണ്യം ലഭിക്കാനുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് ഇന്ധന ഇറക്കുമതിക്ക് ആവശ്യമായ ഡോളർ കരുതി വയ്ക്കുവാൻ പാകിസ്ഥാന്റെ വിദേശ നാണ്യ ശേഖരം അപര്യാപ്തമാണ്. ഇതോടെ രാജ്യം കൂടുതൽ കടബാധ്യതയിലേക്ക് വഴുതി വീഴുന്നു. ഇന്ധനത്തിനായി കൂടുതൽ പണം ചെലവാക്കുമ്പോൾ മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള തുക വെട്ടിക്കുറയ്ക്കേണ്ടി വരുന്നു. ഇതൊരു വലിയ സാമ്പത്തിക കുരുക്കിലേക്കാണ് പാകിസ്ഥാനെ കൊണ്ടെത്തിക്കുന്നത്. ഗതാഗത സംവിധാനങ്ങളെ ഇന്ധന പ്രതിസന്ധി നേരിട്ട് ബാധിക്കുന്നതോടെ അവശ്യ വസ്തുക്കളുടെ വിതരണം തടസ്സപ്പെടുന്നു. ചരക്ക് നീക്കം നിലയ്ക്കുന്നതോടെ വിപണിയിൽ ഭക്ഷ്യസാധനങ്ങളുടെയും മരുന്നുകളുടെയും ലഭ്യത കുറയുകയും വില കുതിച്ചുയരുകയും ചെയ്യുന്നു. പണപ്പെരുപ്പം ആകാശത്തോളം ഉയരുമ്പോൾ സാധാരണക്കാരൻ്റെ വാങ്ങൽ ശേഷി നഷ്ടപ്പെടുന്നു. ഇത് രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. വൈദ്യുതി ലഭ്യത കുറയുന്നതോടെ ആശുപത്രികൾ, സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയുടെ പ്രവർത്തനം താളം തെറ്റുന്നത് ജനജീവിതത്തെ പൂർണ്ണമായും ദുരിതത്തിലാക്കും. ചരിത്രപരമായ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ ഇന്ധനവും ഊർജ്ജവും അന്യമാകുമ്പോൾ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സാമൂഹികമായ തകർച്ചയാണ്. ഒരു രാജ്യം ഒരൊറ്റ ദിവസം കൊണ്ട് അടച്ചുപൂട്ടുകയല്ല, മറിച്ച് സാവധാനം അതിൻ്റെ പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട് പ്രവർത്തനരഹിതമാവുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാന്റെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക പാക്കേജുകളോ IMF പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇടപെടലുകളെയോ അമിതമായി ആശ്രയിക്കാതെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ കഴിയില്ല. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നത് കേവലം ഇന്ധനമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് വ്യവസ്ഥാപരമായ ഒരു തകർച്ചയാണ്. ഉൽപ്പാദനം, വിതരണം, ഭരണം എന്നീ 3 തൂണുകളും ഇന്ധനക്ഷാമം കൊണ്ട് ദുർബലമാകുമ്പോൾ ഒരു രാജ്യം ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന നിലയിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. കൃത്യമായ സമയത്ത് ശരിയായ നയപരമായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ഇന്ധന പ്രതിസന്ധിയിൽ തുടങ്ങിയ
ഈ ചങ്ങലക്കണ്ണി രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്തംഭനത്തിലേക്കും സാമൂഹിക അരക്ഷിതാവസ്ഥയിലേക്കും നയിച്ചേക്കാമെന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. അതിനാൽ പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് അത്യന്തം അപകടകരമായ ഒരു വഴിത്തിരിവിലാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.